വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. ഊർജ്ജതന്ത്ര വിഭാഗത്തിൽ നിന്ന് നമുക്ക് LPUP പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ ഇന്ന് നോക്കാം. അപ്പോൾ എന്താണ് ലെൻസ് എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും കേൾക്കാറുണ്ടല്ലേ, ലെൻസ് എന്താണ്? ലെൻസ് ഗോളോപരിതലത്തിലുള്ള ഒരു സുതാര്യ മാധ്യമമാണ്. അപ്പോൾ സുതാര്യമാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു മീഡിയമാണ് നമ്മുടെ ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ലെൻസ് രണ്ട് വിധമുണ്ട്. പരീക്ഷയ്ക്ക് കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ലെൻസുകൾ തമ്മിൽ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കറക്റ്റാക്കി പടം വരച്ച് തന്നെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാം. മധ്യഭാഗം കട്ടി കൂടിയതും അഗ്രങ്ങൾ ഇടുങ്ങിയതുമായ ലെൻസ്. ദാ ഈ ഒരു പടത്തിലേക്ക് നോക്കിക്കേ. ഇത് എഴുതി വെക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ വരച്ച് വെക്കുക. സ്വന്തം കൈപ്പടയിൽ എഴുതി വരച്ച് വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ നോക്കിക്കേ, കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ നമുക്ക് കാണാം മധ്യഭാഗം എങ്ങനെയാണ്, ഇവിടെ കട്ടി കൂടിയിരിക്കും. ഇനി നമ്മുടെ അഗ്രങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഇടുങ്ങി വരും. കണ്ടില്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? കോൺവെക്സ് ലെൻസ് എന്ന് പറയുക. അപ്പോൾ കോൺകേവ് ലെൻസ് എന്തായിരിക്കും? മധ്യഭാഗം ഇടുങ്ങിയും അഗ്രങ്ങൾ കട്ടി കൂടിയും ഇരിക്കും. നോക്കിക്കേ, മധ്യഭാഗം ഇടുങ്ങിയാണ് ഇരിക്കുന്നത്, അഗ്രങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് കട്ടി കൂടി കൂടി വരും. അങ്ങനെയാണെങ്കിൽ അത്തരം ലെൻസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? കോൺകേവ് ലെൻസ്. ഇനി നമുക്ക് കറക്റ്റ് ഇതിൻ്റെ മലയാളം ടേം ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ കോൺകേവ് കോൺവെക്സ് എന്നൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിന് കൃത്യമായിട്ട് മലയാളം ടേംസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഉത്തല ലെൻസ്. ഉത്തല ലെൻസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നോക്കിക്കേ, ഉത്തല ലെൻസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ കോൺവെക്സ് ലെൻസിനെയാണ്, കണ്ടോ, ഉത്തല ലെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺവെക്സ് ലെൻസിനെയാണ് എന്ത് പറയുക? ഉത്തല ലെൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്, സംരചന ലെൻസ് എന്നും പറയും. അപ്പോൾ ഈ സംരചന ലെൻസ് എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, പ്രകാശം ഇങ്ങനെ കടന്നു വരുമ്പോഴത്തേക്ക് ഉണ്ടോ, പല സ്ഥലത്ത് നിന്ന് കടന്നു വരുമ്പോഴത്തേക്ക് എല്ലാത്തിനെയും കൂടെ ഫോക്കസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? ഒരൊറ്റ പോയിന്റിൽ എത്തിക്കുന്നു. ഈ ഒരു പോയിന്റിൽ എത്തിക്കുന്നു. ആരാണ്? നമ്മുടെ കോൺവെക്സ് ലെൻസും. അപ്പോൾ ഈ ഒരൊറ്റ പോയിന്റിൽ എത്തിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ കൺവേർജിങ് ലെൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അതിൻ്റെ മലയാളമാണ് സംരചന ലെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സംരചനം എന്ന് വെച്ചാൽ എന്താണ്? കൺവേർജിങ്. എല്ലാ റേസിനെയും കൂടെ കൺവേർജ് ചെയ്ത് ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്തതുകൊണ്ടാണ് നമ്മളതിനെ എന്ത് പറയുക? സംരചന ലെൻസ് എന്ന് പറയുക. ഇനി മനസ്സിലാക്കി വെക്കുക, നമ്മുടെ കോൺവെക്സ് ലെൻസിൻ്റെ പവർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് പവർ ആയിരിക്കും എപ്പോഴും കോൺവെക്സ് ലെൻസിന് ഉള്ളത്. ഇനി കോൺകേവ് ലെൻസ് എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി. നോക്കിക്കേ, ഉത്തല ലെൻസ് ആണ് നമ്മുടെ കോൺവെക്സ് ലെൻസ് എങ്കിൽ കോൺകേവ് ലെൻസിനെ എന്ത് പറയുക? അവതല ലെൻസ് എന്നാണ് പറയുക. അവതല ലെൻസ്. ഇവിടെ എന്തായിരിക്കും? വിവ്രജനമാണ്. നമുക്കിവിടെ കൺവേർജിങ് അല്ല, ഡൈവേർജിങ് ആണ്. നോക്കിക്കേ, കടന്നു പോകുന്ന രശ്മികളെ എല്ലാം എന്താണ്? ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് വിടുകയാണ്. ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നില്ല? ഫോക്കസ് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുന്നു? ഡൈവേർജ് ചെയ്ത് വിടുകയാണ്. അപ്പോൾ അതിനെന്താ നമ്മൾ മലയാളത്തിൽ പറയുക? വിവ്രജനം, അല്ലേ? അപ്പോൾ വിവ്രജന ലെൻസ് എന്നാണ് നമ്മുടെ കോൺകേവ് ലെൻസ് അറിയപ്പെടുന്ന മറ്റൊരു പേര്. ഇനി അറിയുക, പവർ എപ്പോഴും കോൺകേവ് ലെൻസിൻ്റെ പവർ എങ്ങനെയായിരിക്കും? നെഗറ്റീവ് പവർ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ലെൻസുകളെ കുറിച്ച് പഠിച്ചു വരുമ്പോൾ അതിൻ്റെ ഉപയോഗവും നിങ്ങൾ പഠിക്കും. അപ്പോൾ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനായിട്ട് ഈ കൂട്ടത്തിൽ ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാവുന്നവർ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്